വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇനിയാണ് അപ്പോ അതിൻ്റെ കളി തുടങ്ങാൻ പോണത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു വന്നത് സോറി. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. ഞാൻ നല്ല സുഖത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോൻ്റെ മുന്നിൽ വന്നിക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിക്കുന്നത്. എന്താ കാര്യം എന്നൊക്കെ ഞാൻ പറയുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളിൻ്റെ ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ആ ലൈക്ക് ഇങ്ങനെ ആക്കിയിട്ടുള്ള അമർത്തിയിൽ പോയി ഒന്ന് അമർത്തുക. ഞാനിപ്പോൾ ഇന്നിവിടെ എത്തിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. എന്ത് കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത മാസം വന്നു കഴിഞ്ഞാൽ 2 വർഷം തികയാണ്. സെപ്റ്റംബർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുവരെ അല്ല, ഇവിടെ വന്നിട്ടും ഞാൻ ഏകദേശം ഒരു 6 മാസം 5 മാസത്തോളം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ ഉണ്ടാവും, കാരണം ഞാൻ ഈ ഹാളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെ അറിയുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും അറിയും. ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു സൈഡ് ബിസിനസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, മെഹന്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഓർഗാനിക് ഹെന്ന കോൺസുകൾ, നെയിൽ കോണുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഫ്രെയിമുകൾ ചെയ്യുന്നുണ്ട്, ഹാമ്പേഴ്സ് ചെയ്യുന്നുണ്ട്, ഇൻവിറ്റേഷൻസ് ചെയ്യുന്നുണ്ട്, എല്ലാതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഏകദേശം എങ്ങനെ ഒരു 5 മാസത്തോളം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സാങ്കേതിക കാരണത്താൽ എനിക്കത് നിർത്തേണ്ടി വന്നു. എന്താ കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംവിധാനത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും സാധനങ്ങൾ വാങ്ങാനായിക്കോട്ടെ ഒരാവശ്യത്തിന് പുറത്തു പോകേണ്ടി വരും. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ പുറത്തു പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രാവിലെ ഒരു 9 മണിക്കൊരു ബസ്സുണ്ട്. ആ ബസ് കഴിഞ്ഞിട്ട് തരിപ്പ പോകണം ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് 9 മണിക്കാണ് രാവിലെ ഒരു ബസ്സുള്ളത്. പിന്നെ ഈ ഏരിയക്ക് ബസ്സില്ല. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ആ റോഡിൻ്റെ അങ്ങോട്ട് പോയി, കുറച്ച് ദൂരമുണ്ട്, ആ റോഡിൻ്റെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് വേണം ബസ് കയറി പോകാൻ. പിന്നെ ഉച്ചക്ക് ഒരു ബസ്, അത് ഇങ്ങോട്ട് വന്നിട്ട് പോണ ബസ്, നമ്മൾ ഇവിടേക്ക് വന്നിട്ട് തിരിച്ചു പോണ ബസ്, അത് ഒരു 3:30-3:45 ടൈമിനാണ് ഉച്ചക്ക് വരുന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ബസ്സില്ലാത്ത കാരണം അങ്ങനെ അവിടെ ആണെങ്കിൽ ഞാൻ എൻ്റെ അവിടെ ആയിരുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റോട്ടിൽ ഇറങ്ങിയ ബസ് കിട്ടും, പോവാൻ ഈസി ആയിരുന്നു. 5 മിനിറ്റ് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയി വരാനൊക്കെ സുഖമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒന്നാമത് ആ ഒരു പ്രശ്നം. പിന്നെ വീട്ടിൽ നമ്മൾ ചൊറിയും കുത്തിയിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വേറെ പണിയൊന്നുമില്ല, നമുക്ക് എന്താ പണിച്ചാൽ അത് ചെയ്തിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മളൊരു കുടുംബത്തിൽ പോകുമ്പോൾ അതിൻ്റെതായ പണികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒക്കെപ്പാടെ എത്തണുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ മൈലാഞ്ചി വർക്കിൽ പോവൽ, ഉണ്ടാക്കൽ, അങ്ങനെ ഒക്കെപ്പാടെ എത്തണുണ്ടായില്ല. പിന്നെ വണ്ടിയില്ലാത്ത പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നം. പക്ഷേ ഇപ്പം എന്താ, ഇപ്പം നമുക്ക് വണ്ടിയുണ്ട്, ഇപ്പം നമുക്ക് വേണമെങ്കിൽ പോകാം. അപ്പോൾ ഞാൻ ആലോചിച്ചു. പിന്നെ അതേപോലെ അതുമല്ല, നിർത്താണ്ടായ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമും കാര്യങ്ങളും ആദ്യം ഞാനൊന്ന് സ്റ്റോപ്പാക്കി. പിന്നെ ഫുള്ള് മെഹന്തിയിൽ ഞാൻ ഫോക്കസ് ചെയ്യൽ തുടങ്ങി. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അധികവും ഇപ്പം എല്ലാവരും ഉണ്ടാക്കൽ തുടങ്ങി. ഞാൻ ആ നിർത്തുന്ന സമയത്ത് ഫുള്ള് എല്ലാവരും ഉണ്ടാക്കൽ തുടങ്ങി. അവനക്ക് വേണ്ടത് അവനാ സാധനം വാങ്ങാൻ ഉണ്ടാക്കുക, അപ്പോൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി പിന്നെ അതിൽ വല്ലാതെ ഒരു ഓർഡറുകൾ കിട്ടുന്നില്ല. മൈലാഞ്ചിയിൽ ഇഷ്ടം പോലെ എനിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, മെഹന്തി ഇഷ്ടം പോലെ നമുക്ക് അറിയാത്ത ആൾക്കാരും കൂടി ഇൻസ്റ്റയിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അക്കൗണ്ട് ഒന്ന് മിസ്സായിപ്പോയി. നമ്മൾ ഫോളോവേഴ്സ് മാത്രമല്ല 100 എത്രയേ ഉള്ളൂ, പക്ഷേ ആ അക്കൗണ്ട് ഒന്ന് പോയി. പിന്നെ എനിക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് എന്നെ ആകെ പോയി. കാരണം എത്ര വെച്ചിട്ട് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുക. പക്ഷേ ഇപ്പം എനിക്ക് ആ അക്കൗണ്ട് കിട്ടി. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെയായിരുന്നു. ഇപ്പം എനിക്ക് ആ അക്കൗണ്ട് ഞാൻ റിക്കവർ ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവരും ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയി. മെഹന്തിയിൽ മാത്രം കോൺസെൻട്രേഷൻ. പിന്നെ മെഹന്തി അതേപോലെ ഉണ്ടാക്കാൻ അത്ര ഈസി പണിയൊന്നും അല്ല.
ഒരു ഓവർനൈറ്റ് വെക്കുക, അങ്ങനെ ഒരുപാട് ഓവർനൈറ്റ് വെക്കുക, പിറ്റേ ദിവസം എടുക്കുക, അത് അരിയാൻ വെക്കുക, പിന്നെ അത് റോൾ ചെയ്യുക, പാക്ക് ചെയ്യുക, ആക്കുക, പിന്നെ കൊറിയർ അയക്കുക. കൊറിയർ അധികവും എനിക്കില്ലേ മെഹന്തിയുടെ സംഭവം കൊറിയർ അയക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കുക, അതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം ഡിസ്പാച്ച് ചെയ്യുന്ന സംഭവങ്ങളും ഒക്കെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഒക്കെ ഹൈലൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് തുടങ്ങണം എന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. തുടങ്ങിയാൽ ഇനി നിൽക്കേണ്ടി വരുമോ, നിർത്തുമോ, അങ്ങനെയൊക്കെ. പക്ഷേ പരമാവധി ഞാൻ എൻ്റെ പരമാവധി ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നോക്കും. പിന്നെ എല്ലാവരും തുടങ്ങിയപ്പോൾ ഞാൻ നിർത്തിയ പറഞ്ഞു പിന്നീട് ഈ കൂടെ കയറി പറയുകയാണ്. അപ്പോൾ പരമാവധി എല്ലാവരും അതിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് പോയി. പിന്നെ ഞാൻ അങ്ങനെ നിർത്തി. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇട്ട് കൊടുക്കാൻ പോകുന്നത് അത്ര സിമ്പിൾ പരിപാടിയില്ല. 5-6 മണിക്കൂർ പോണ പരിപാടിയാണ്. ഇനി 2 കൈ 2 കാല് ഒക്കെ ആകുമ്പോഴത്തേനും എങ്ങനെ ഒരു 5-6-7 മണിക്കൂർ എങ്ങനെയാകും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം, മോശമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. പക്ഷേ അടിപൊളിയായിരുന്നു. അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്, നമുക്കിങ്ങനെ പോവുക. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ തന്നെ തോന്നി തുടങ്ങിയാലോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരുപാട് പേര് നമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാകും. എനിക്ക് മനസ്സിലായി. എനിക്കിതുവരെ ഒരു ബാഡ് കമൻ്റായിട്ട് ഇതുവരെ ചെയ്തതിലൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ മെഹന്തി ആയിക്കോട്ടെ, സ്റ്റെയിനില്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കണില്ലേ അങ്ങനെ മെസ്സേജ്. ഇപ്പോഴും ഇന്ന് വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെഹന്തി ഉണ്ടോ, മെഹന്തി ഉണ്ടാക്കിയത്. ഞാൻ അവരോട് തന്നെ കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിർത്തിയത്. പക്ഷെ അവർ പിന്നെ എനിക്ക് മെസ്സേജ് അയക്കും, നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പോൾ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എത്ര ദിവസം ചിന്തിച്ചത് എന്താണെന്ന് അറിയോ, എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ട് തുടങ്ങി, നിൻ്റെ അടുത്ത് നിന്ന് ആരാ വാങ്ങുക എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തൊരു ഇഷ്ടത്തിൽ നമ്മളൊരു സാധനം ഒരാൾ വാങ്ങിയെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ വെറുക്കണ വരെ നമ്മളടുത്ത് നിന്ന് വാങ്ങും. അത് ഉറപ്പാണ്. നമ്മളടുത്ത് ഒരു ബാഡ് ഇല്ലാതെ നമ്മളാ നോക്കണ്ട് വരുവോളം നമ്മളടുത്ത് നിന്ന് വാങ്ങും. അതെനിക്ക് മനസ്സിലായി. ഇനി ഫ്രെയിം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അങ്ങനെയാണ്. അതെനിക്ക് ഇപ്പം എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. കാരണം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ട് പിന്നെ ഈ അക്കൗണ്ടിൻ്റെ പോയതായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇന്നത് സെറ്റാക്കി എടുത്തപ്പോൾ അതിലൊരുപാട് റിക്വസ്റ്റുകളുണ്ട്. അധികം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇങ്ങനെ വന്നിരുന്നു കേട്ടോ. അങ്ങനെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇങ്ങനെ ഓർഡറുകൾ വന്നിരുന്നു. കുറേ എണ്ണം കൊറിയർ അയക്കുകയൊക്കെ ചെയ്തിരുന്നു. കുറേ മലപ്പുറം മഞ്ചേരി ആ ഭാഗത്തേക്ക്, പിന്നെ അതേപോലെ പിന്നെ ഇപ്പോൾ എവിടേക്കോ ഒരു സ്ഥലത്തേക്കൊക്കെ അയച്ചിരുന്നല്ലോ. കുറച്ച് സ്ഥലത്തേക്കൊക്കെ അയച്ചിരുന്നു. അട്ടപ്പാടിക്കൊക്കെ അയച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ ബസ്സിൻ്റെ ഡ്രൈവറുടെ അടുത്ത് കൊടുത്തിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് നോക്കിയപ്പോൾ ഒരു 3-4 മെസ്സേജ്, നിങ്ങളെന്താ മെസ്സേജിന് റിപ്ലൈ വരാത്തത്. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് പോയിക്കായിരുന്നു. അപ്പോൾ ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ എത്രയും ഒരു വർഷമായിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ അക്കൗണ്ട് മിസ്സായിട്ട്. ഇപ്പം ഇന്നാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തായാലും റിപ്ലൈ തരാതിരിക്കില്ല, എന്തായാലും തരും. പിന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മറ്റേ അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചോളി. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാതും ഞാൻ വാലറ്റിൻ്റെ ചെയ്യുന്നുണ്ട്. നെയ്മഡ് ബാഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻവിറ്റേഷൻ കാർഡുകൾ ചെയ്യുന്നുണ്ട്. എല്ലാതും ചെയ്യുന്നുണ്ട്. പിന്നെ ഹാമ്പറുകൾ ചെയ്യുന്നുണ്ട്, ഫ്രെയിമുകൾ ചെയ്യുന്നുണ്ട്, പോളറോയിഡ്സ് ചെയ്യുന്നുണ്ട്, മിനി ഫ്രെയിം എല്ലാ ഫ്രെയിമും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ അടുത്ത് ഓർഡർ തരിക. പിന്നെ ഇപ്പോൾ പോകാൻ ഈസി ആയിരിക്കും. കാരണം എൻ്റെ അടുത്ത് വണ്ടി ഉണ്ട്. എപ്പോൾ ആണെങ്കിലും മണ്ണാർക്കാട്ടേക്ക് പോകാനും സാധനങ്ങൾ വാങ്ങാനൊന്നും സീനില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണം. ഇപ്പോൾ ഹെന്നാക്കൂണ് ഇനി ബ്രൈഡലിന് ഇട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾക്ക് ഷുവറായിട്ട് എന്നോട് കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങളൊരു വീഡിയോ എടുത്തത്.
അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.